ഹലോ ഡിയേഴ്സ്, ഞാൻ സംഗീത. ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ട് ലാലേട്ടന്റെ ഒരു വോയിസ് യൂട്യൂബിൽ കേൾക്കാനിടയായി. നന്ദി നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വോയിസ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പിറന്നാൾ തലേന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം സഹായിച്ച വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും പ്രകൃതിക്കും ദൈവത്തിനും പ്രപഞ്ചശക്തിക്കും ഒക്കെ നന്ദി പറയുന്ന മനോഹരമായ ഒരു ഓഡിയോ. ഒരു കത്തിലൂടെയാണ് അദ്ദേഹം ഈ നന്ദിയൊക്കെ പ്രകടിപ്പിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് നമ്മൾ അദ്ദേഹത്തെ വാഴ്ത്തുമ്പോഴും ഒരു ഡൗൺ ടു എർത്ത് ആയ മനുഷ്യനായാണ് ആ വോയിസിലൂടെ അദ്ദേഹം വരച്ചിടുന്ന ചിത്രം. അദ്ദേഹം സുഹൃത്തുക്കളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയി അതിൽ പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ അശ്വത്ഥാമാവ് ദുര്യോധനോട് 4 തരം സുഹൃത്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. സ്വാഭാവിക സുഹൃത്തുക്കൾ, ധനം കൊണ്ടുണ്ടാകുന്ന സുഹൃത്തുക്കൾ, ഉടമ്പടികളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സുഹൃത്തുക്കൾ, അധികാരത്തിലൂടെ പിടിച്ചെടുക്കുന്ന സുഹൃത്തുക്കൾ. ശ്രീകൃഷ്ണനെ പോലെ ഒരു സുഹൃത്താണ് മഹാഭാരതം നിർദ്ദേശിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യില്ല, പക്ഷെ വിജയം ഉറപ്പാക്കും. കർണനാകട്ടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആത്മത്യാഗം ചെയ്യും, അത് തെറ്റായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണെങ്കിൽ കൂടി. സുഹൃത്തുക്കളാണ് ലാലേട്ടന്റെ ബലഹീനതയെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തെ താങ്ങി നിർത്തുന്ന ഒരു പറ്റം ആത്മാർത്ഥ സുഹൃത്തുക്കൾ. വളരെ ഭംഗിയായാണ് സ്വന്തം ശരീരത്തോട് പോലും അദ്ദേഹം നന്ദി പറയുന്നത്. ആയുർവേദം പറയുന്നത് മനുഷ്യന്റെ എല്ലാം പ്രപഞ്ചത്തിലെ സൂക്ഷ്മധാതുക്കളുടെ ഭാഗമാണെന്നാണ്. സർവ്വപ്രപഞ്ചത്തിനും സ്വസ്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നന്ദി എന്നതാണ് മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നന്ദി എന്നതൊരു വാക്കല്ല, ഒരു അവസ്ഥയാണ്. ഈ ഭൂമിയിൽ നമുക്ക് ഒറ്റയ്ക്കൊരു അസ്തിത്വമില്ല. ആ ബോധമാണ് നന്ദി. ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ഈ ഗുണം തന്നെയല്ലേ നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇത്രയും ഉറപ്പിച്ചു നിർത്തുന്നത്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്